എന്താണ് റീറ്റെയിൽ ബാങ്കിങ്? എന്താണ് റീറ്റെയിൽ ബാങ്കിങ്? അപ്പൊ നിങ്ങൾക്ക് അറിയായിരിക്കും, നമ്മൾ പഠിക്കുമ്പം റീറ്റെയിൽ ബാങ്കിങ്ങും ഹോൾസെയിൽ ബാങ്കിങ്ങും കൂടെ ഒന്നിച്ച് പഠിക്കണം. അപ്പൊ റീറ്റെയിൽ ബാങ്കിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ബാങ്കിങ് ബിസിനസ് ഓർ ബാങ്കിങ് ആക്ടിവിറ്റി പ്രൊവൈഡഡ് ടു ഇൻഡിവിജ്വൽ കസ്റ്റമേഴ്സ്. ഇൻഡിവിജ്വൽ കസ്റ്റമേഴ്സ് ഓൺലി. ഇൻഡിവിജ്വൽ കസ്റ്റമേഴ്സിന് മാത്രമായിട്ട് ബാങ്കിങ് ആക്ടിവിറ്റീസ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അതാണ് റീറ്റെയിൽ ബാങ്കിങ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? റീറ്റെയിൽ ബാങ്കിങ് എന്ന് പറഞ്ഞാൽ ദ ബാങ്കിങ് സർവീസസ് ആർ പ്രൊവൈഡഡ് ടു ഇൻഡിവിജ്വൽ കസ്റ്റമേഴ്സ് ഓൺലി. അപ്പൊ ആരാണ് ഇൻഡിവിജ്വൽ കസ്റ്റമേഴ്സ്? നമ്മളെ പോലുള്ളവരെയാണ് നമ്മൾ ആരെന്ന് പറയുന്നത്? ഇൻഡിവിജ്വൽ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത്. ഈ റീറ്റെയിൽ ബാങ്കിങ് പറയുമ്പോൾ അതിന്റെ കൂടെ ചേർന്ന് പറയേണ്ടതാണ് ഹോൾസെയിൽ ബാങ്കിങ്. അപ്പൊ എന്തായിരിക്കും ഹോൾസെയിൽ ബാങ്കിങ്? ബാങ്കിങ് ബിസിനസ് ഓർ ദ ബാങ്കിങ് സർവീസസ് പ്രൊവൈഡഡ് ടു ബിസിനസ് ആൾസോ ഈസ് കാൾഡ് ഹോൾസെയിൽ ബാങ്കിങ്. ഓക്കെ, ക്ലിയർ ആയോ? അതിന്റെ മലയാളം പറഞ്ഞാൽ ഇൻഡിവിജ്വൽ കസ്റ്റമേഴ്സിന് മാത്രം ബാങ്കിങ് ആക്ടിവിറ്റീസ് പ്രൊവൈഡ് ചെയ്താൽ റീറ്റെയിൽ ബാങ്കിങ്ങും, ഇൻഡിവിജ്വൽ കസ്റ്റമേഴ്സ് കൂടാതെ ബിസിനസ്സുകാർക്ക് കൂടി ബാങ്കിങ് സർവീസസ് പ്രൊവൈഡ് ചെയ്താൽ അതിനെ നമ്മൾ ഹോൾസെയിൽ ബാങ്കിങ്ങും എന്ന് പറയും.